രാവിലെ തന്നെ നമുക്കൊരു കോഫിയിൽ തുടങ്ങാം. ഇന്നിപ്പോൾ ഓൾറെഡി ഞാൻ ലേറ്റാണ്. സൺഡേ ആയതുകൊണ്ട് ആകെ മടി പിടിച്ചിരിക്കുക. സൺഡേ എന്നെ സംബന്ധിച്ച് എന്താ പറയുക, വളരെ റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലേസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ദിവസമാണ്. കാരണം ബാക്കി എല്ലാ ദിവസവും ഒരേപോലെയാണ്. സൺഡേ മാത്രമാണ് വീട്ടിൽ ഫുൾ ടൈം ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യണം, വാഷ് ചെയ്യണം, ഇഷ്ടമുള്ളതൊക്കെ കുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തുടക്കം തന്നെ ഒരു കോഫിയിൽ ആവാമെന്ന് വിചാരിച്ചു. ഞാനൊരു കോഫി പേഴ്സണാണ്. കാപ്പി എപ്പോൾ തന്നാലും ഞാൻ കഴിക്കും. പക്ഷെ വൈകിട്ട് ഈ ഒരു 6 മണിക്ക് ശേഷം കഴിച്ചാൽ അന്ന് രാത്രി ഞാൻ നേരം വെളുപ്പിക്കും, ഉറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്ക് മുന്നേ തന്നെ കുടിക്കും കാപ്പി. കുറച്ച് നാളായിട്ട് ഞാൻ കഴിക്കണില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു, വല്ലപ്പോഴും മാത്രം. അല്ലെങ്കിൽ അത് അഡിക്ഷൻ ആവുമോ എന്ന് എനിക്ക് പേടിയാണ്. അപ്പം എന്തായാലും അഡിക്ഷനായി. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു കപ്പ് കോഫി കുടിക്കാറുണ്ട്. അത് നെസ്കഫെ തന്നെ വേണം. അതും സാഷയാണ് ഞാൻ വാങ്ങിക്കുക കേട്ടോ. ഈ മറ്റേ വലിയ പാക്കേജസിലും അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ കിട്ടുന്ന നെസ്കഫെ ഞാൻ വാങ്ങിക്കില്ല. കാരണം അത് നഷ്ടമാണ്. അത് കുറച്ച് ഒരാഴ്ച 2 ആഴ്ച യൂസ് ചെയ്യുമ്പോൾ അത് കട്ടി പിടിക്കും, പിന്നെ അതിനെടുത്ത് കളയും. അപ്പോൾ അതിനേക്കാൾ നല്ലത് സാഷേ, ഇതേപോലെയുള്ള കുഞ്ഞി സാഷേ കിട്ടും നമുക്ക്. ഞാൻ ഇങ്ങനത്തെ 2 സാഷയാണ് അറ്റ് എ ടൈം യൂസ് ചെയ്യുക. എൻ്റെ കാപ്പി ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, പാലിങ്ങനെ തിളച്ച് പൊന്തി തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ പൊന്തി തുടങ്ങുമ്പോൾ 2 സാഷേ ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കും, കൈ പിടിക്കും. പൊന്തി തുടങ്ങുമ്പോൾ ഇത് പതുക്കെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. സ്പ്രിങ്കിൾ ചെയ്ത് നന്നായി പൊന്താൻ തുടങ്ങുമ്പോൾ ഒരൊറ്റ തട്ടൽ തട്ടും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അത് അണച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ പുറത്ത് നോക്കണ്ട. ഇനി അത് നമുക്ക് അണയ്ക്കാം. ഇനി ഇതെന്താ ചെയ്യുക വെച്ചാൽ, ഒരു സ്പൂൺ അങ്ങോട്ട് എടുത്തിട്ട് കലപില അങ്ങോട്ട് അടിക്കും. എന്നിട്ട് 2 കപ്പ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് 1 സ്പൂൺ ഷുഗർ ഫ്രീ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് എൻജോയ് ചെയ്യും. ഇപ്പോൾ ഈ ചുവന്ന കപ്പിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജാടയൊക്കെ തോന്നുന്നുണ്ടല്ലേ? ഓ ഗോഡ് ഹെവൻ. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഒരു ഡോപ്പമിൻ്റെ ഒക്കെ കാര്യം. ഇതൊക്കെ കഴിക്കുമ്പോഴാണ് അത് കിട്ടുന്ന ആ ഒരു ഔട്ട് ബേസ്റ്റ് എന്ന് പറയില്ലേ,